നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് കയാർ. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വടക്കാഞ്ചേരിയിൽ ട്രെയിനിന്റെ ബ്രേക്ക് സിസ്റ്റം പൂർണ്ണമായും തകരാറിലായതിനെ തുടർന്നുണ്ടായേക്കാമായിരുന്ന വൻ ദുരന്തം ലോക്കോ പൈലറ്റുമാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം ഒഴിവായി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30 വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ചാണ് തിരുവനന്തപുരത്ത് നിന്നും ചണ്ഡീഗഡ് വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിൻ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ബ്രേക്ക് തകരാറിലായ വിവരം തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ ലോക്കോ പൈലറ്റുമാർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ട്രെയിൻ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. കരുതലിന്റെയും കാരുണ്യത്തിന്റെയും നേർക്കാഴ്ചയായി 139ാമത് തൃശൂർ അതിരൂപത ദിനാഘോഷങ്ങളുടെ ഭാഗമായി വടക്കാഞ്ചേരി ഫൊറോന ഇടവക സമൂഹം മംഗലം മുളമ്പറമ്പിൽ നിർമ്മിച്ച 2 കാരുണ്യ ഭവനങ്ങളുടെ ആശീർവാദ കർമ്മം നടന്നു. അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. വടക്കാഞ്ചേരി നിയുക്ത MLA സേവ്യർ ചിറ്റലപ്പള്ളി ഭവനങ്ങളുടെ ഗൃഹപ്രവേശന കർമ്മം നിർവഹിച്ചു. അതിരൂപത ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രദേശത്തെ സാമൂഹിക സൗഹാർദ്ദം ദൃഢമാക്കുന്നതിനായി പെരിങ്ങണ്ടൂർ പോപ്പോൾ മേഴ്സി ഹോമിൽ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ സാമൂഹിക പ്രമുഖരെയും ഒരേ വേദിയിൽ അണിനിരത്തി സത്സംഗമവും സംഘടിപ്പിച്ചു. അന്തേവാസികൾക്കായി വിഭവസമൃദ്ധമായ സ്നേഹവിരുന്നും നടന്നു. തിരുവല്ലോമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ സ്റ്റീൽ പൈപ്പുകൾ മോഷ്ടിച്ചു. ക്ഷേത്രത്തിനകത്ത് വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടയാനായി ശനിയാഴ്ച വൈകുന്നേരം സ്ഥാപിച്ച 4 വിലവെടുപ്പുള്ള സ്റ്റീൽ പൈപ്പുകളാണ് അന്ന് രാത്രി തന്നെ മോഷ്ടാക്കൾ ഊരിയെടുത്ത് കടന്നുകളഞ്ഞത്. രാവിലെ ക്ഷേത്രത്തിലെത്തിയ ഭാരവാഹികൾ വിവരമറിഞ്ഞ് നടത്തിയ തെരച്ചിലിൽ സൂചനയൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് ദേവസ്വം അധികൃതരുടെ നേതൃത്വത്തിൽ പോലീസിൽ പരാതി നൽകി. ദേശമംഗലം മേലെ തലശ്ശേരിയിൽ തനിച്ച് താമസിച്ചിരുന്ന വയോധികയെ വീടിന്റെ വരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൻ പീടികയിൽ പരേതനായ മുഹമ്മദിന്റെ ഭാര്യ ഐഷയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെ 10 മണിയായിട്ടും ഐഷയെ പുറത്തു കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് 71-കാരിയായ ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ.